മലയാളത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല നടിയെടുത്ത് ഒന്നാം സ്ഥാനത്ത് പാർവതി. അതിന് മുകളിൽ നടീനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകും. ഊർവശി ചേച്ചിയുടെ മുകളിലൊരു നടി മലയാളത്തിൽ ഉണ്ടെന്നതിന് ഇല്ല. അതാണ് ഈ പടത്തിൻ്റെ ഒറ്റയടിക്ക് പറയാനുള്ളത്. ഈ പാർവതിയും ഊർവശി ചേച്ചിയും കൂടെ കോമ്പോ സീനൊക്കെ ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ മുകളിലാണ് അവരുടെ ആ ആക്ടിങ് സ്റ്റൈല്. പിടിച്ചിരുത്തുന്ന എലമെൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ സുശീലിൻ്റെ മ്യൂസിക് ബാക്കപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറവ്, സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് ഉണ്ടെങ്കിലും ലാഗെന്ന് പറയാൻ പറ്റില്ല. കാതിൽ സിനിമയുടെ ഒക്കെ ഒരു ലാഗില്ല, ആ ഒരു സ്റ്റൈൽ ലാഗ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സ് ഒക്കെയാണ്. ഫാമിലീസ് മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഒന്നും പറയാനില്ല. ദ റിയൽ ലേഡീസ് ഓഫ് യൂണിവേഴ്സിറ്റി അതിൻ്റെ മുകളിലൂടെ ഒന്നും പറയില്ല. പാർവതിയുടെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റും. ഇന്ന് മലയാളത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല നടിയെടുത്ത് ഒന്നാം സ്ഥാനത്ത് പാർവതി. അതിന് മുകളിൽ നടീനെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകും. ഇന്നത്തെ പലരും പാർവതി അഹങ്കാരിയാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പറഞ്ഞാൽ പോരെ, സ്ക്രീനിൽ അവർ ഒരു രക്ഷയില്ലാത്ത നടി തന്നെയാണ്. അവരുടെ ഏത് റോൾ എടുത്താലും ഇവരെയൊക്കെ ഞാൻ എത്തിപ്പോയേക്കുന്നതാണ് പെർഫോമൻസ്. അതുപോലെ തന്നെ വിശേഷം ഇവരും ഈ പാർവതിയുടെ കുടുംബമുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ഒരു ഫ്ലഡിൻ്റെ ഒരു ബേസ് ഉണ്ട് ബാക്കപ്പിൽ. 2014 പോലെ വെള്ളമൊക്കെ കയറിയാണ്. പക്ഷേ അതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു ഉള്ളൊഴുക്കിൻ്റെ ആ ഒരു പക്ക ഫീൽ കിട്ടുന്നത് ഫസ്റ്റ് വാച്ച്. പെർഫോമൻസിൽ ആരാ സ്കോർ ചെയ്തേക്കുന്നത്? രണ്ടുപേരുണ്ട്. ഊർവശി തന്നെയാണ്. അതൊന്നും പറയാനില്ല. എൻ്റെ പൊന്നെ എല്ലാ ആക്ടിങ് എന്നറിയും. തമിഴിൽ പുള്ളിക്കാരുടെ ഇതുപോലെ ഒരു അമ്മ വേസ്റ്റ് സാധനമുണ്ട്. അതെ, ഇതിൽ ഒന്നും പറയാൻ എൻ്റെ കൂടെ നമ്മൾക്ക് ഇത്ര മരക്കട്ടിയുള്ളതായിരിക്കും. അല്ലാത്ത ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ കരഞ്ഞു അറിയാതെ കണ്ണീന്ന് കണ്ടാൽ ഇങ്ങനൊന്നും അഭിനയിക്കില്ല. ഊർവശി സഹിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും സൂപ്പറല്ലേ? ശരിക്കും നിങ്ങൾക്ക് അറിയാലോ, പാർവതിയിലൊക്കെ ശരിക്കും അറിയാലോ. നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി. ഞാനും ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അഭിനയം കണ്ടപ്പോഴാണ് കണ്ടു തരുന്നത്? എങ്ങനെയാണ് അഭിനയം കണ്ടപ്പോഴല്ല, നമ്മളാ എന്താ പറഞ്ഞാൽ കഥയിലേക്ക് ഒഴുകി ചേർന്നു. ശരിക്കും ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള കണ്ണു നിറഞ്ഞു. ശരിക്കും കണ്ണു നിറഞ്ഞു. നല്ല സിനിമ. എല്ലാവരും കാണണം. നല്ല പടമാണ്. വേറെ നമുക്ക് വൃത്തികേടുകളായിട്ടൊന്നും ഒന്നുമില്ല. സൂപ്പർ സിനിമയാണ്. അടിപൊളി സിനിമ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ലൊരു പടമാണ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നും പാടുന്ന കഥാപാത്രം തെറ്റാണ്. സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നും അതൊരു ഇമോഷണൽ ഫിലിമാണ്. ഒരുപാട് ആശയങ്ങൾ ഫിലിം ഉണ്ടാവും. അവസാനം തോന്നും, അവസാനം കരയും തോന്നും. പക്ഷേ ഫാമിലി ഇമോഷണൽ ഫിലിമാണ്. അങ്ങനെ പടം വന്നിട്ട് കുറേ നാളായി. അവരെയും പറഞ്ഞാൽ പാർവതി മാഡം ആണെങ്കിലും രണ്ടിലും നടക്കുന്നത് മത്സരിച്ച ഉഗ്രം പടമാണ്. ഒരുപാട് അവാർഡ് കിട്ടാൻ സമയത്ത് ഓടണം അങ്ങനെ ഓടുന്നുണ്ട്. അവസാനമായിട്ട് തിയേറ്ററിൽ വന്ന് കരഞ്ഞത് പണ്ട് ലോകദാസിൻ്റെ കിരീട സിനിമ അങ്ങനെ സിനിമകളാണ്. അതുപോലത്തെ സിനിമയാണ്. പക്ഷേ കാട്ടച്ചും ഫിലിമാണ്. ഒരുപാട് എത്തിക്കൽ ഡയലാമേജ് ഒന്നിൽ നോക്കുമ്പോൾ പാർട്ടിയിൽ തെറ്റാൻ തോന്നും. ഫസ്റ്റ് ഹാഫ് പോകണം. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ പാർവതിയൊക്കെ ശരിയാണെന്ന് പാർവതിയുടെ കഥാപാത്രം. അപ്പം ഈ ഉള്ളൊഴുക്കാണ് കരയിച്ചത്. കുറേ നാൾ ശേഷം ഈ മൂവി സാധാരണ ഇപ്പോൾ അങ്ങനെ പടം രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. ഈ പടം എത്ര കണ്ടാൽ നമുക്ക് മതിയാവും. ഒരു കിരീടം പോലെയോ സരിതം പോലെയോ അങ്ങനെ ഒരു പറയുന്നുണ്ട്. അത് ഇമോഷണൽ പടം. കാണാനുള്ളവരോട് എന്താ പറയുക? എല്ലാവരും കാണുക. ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം പോരുത്, മുഴുവൻ കാണും. മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് കണ്ട് മാത്രം വെച്ച് ചെയ്യണം. പടം സൂപ്പർ പടം. ഞാൻ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്ററിൽ നമ്മുടെ ഊർവശി ചേച്ചിയും പാർവതിയും കണ്ടപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിച്ചു വന്നതാണ്. എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ. അതിശക്തമായിട്ടുള്ളൊരു തിരക്കഥ. തീർച്ചയായിട്ടും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രശാന്ത് മുരളി, അതേപോലെ തന്നെ അർജുൻ, അലൻസിയറേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരെയും അവരെ മാക്സിമം ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകിയ ഒരു ചിത്രമാണ് ഉള്ളൊഴുക്ക്. ഓക്കെ.